നമുക്ക് പുതിയൊരു അറിവല്ലല്ലോ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലയിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും ഭക്തർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. തൃശൂർ പൂരം കലക്കിയത് MR അജിത്കുമാർ അദ്ദേഹം ഒറ്റയ്ക്കല്ല. അത് അതിന്റെ പിന്നിലൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് RSSന്റെയും സംഘപരിവാറിന്റെയും BJPയുടെയും അജണ്ടയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജണ്ടയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ളത് സംഘപരിവാറിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെയും ആവശ്യമായിരുന്നു. ആ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടന്നത്. അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അജണ്ട നടപ്പിലാക്കിയ MR അജിത്കുമാറിനെ മുഖ്യമന്ത്രി നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ അതോ അതിനകത്തെ ഘടകകക്ഷിയെ CPI ആണോ വലുത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ കുടുംബവും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കുക എന്ന അജണ്ടയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് MR അജിത്കുമാർ എന്ന് പറയുന്ന ടൂളിനെ മുഖ്യമന്ത്രി കൈവിടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നതും ഈ അന്വേഷണത്തിന് ഉപരിയായി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെ രാജൻ രണ്ടാമതാണ് ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുന്നത്. അദ്ദേഹം മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇനി സർക്കാരിനും മുഖ്യമന്ത്രിക്കും അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? അജിത്കുമാറിന് ഇനി ഒരുപാട് നാളെങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയും തോന്നുന്നുണ്ടോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഈ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI എന്ന് പറയുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനപരമായ പോരാട്ടം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് VS സുനിൽകുമാറാണ്. അപ്പൊ VS സുനിൽകുമാറിനെ ഒരു പരിധിവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം CPIക്കുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഇപ്പൊ CPI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ CPI നിൽക്കണമോ എന്ന് തീരുമാനിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രിയെ ശിരസ വഹിക്കേണ്ടി വരും, സുനിൽകുമാറിനെ ബലിയാടാക്കേണ്ടി വരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. CPI എന്ന് പറയുന്നത് CPIMമായി ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനകത്ത് യുദ്ധങ്ങളോ അല്ലെങ്കിൽ പണ്ടുകാലത്തെ പോലെയുള്ള ആദർശകരമായ നിലപാടൊന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിനില്ല. മുഖ്യമന്ത്രി എന്താണ് തീരുമാനിക്കുന്നത് അതിനകത്തേക്ക് കടന്നു പോകുന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ CPIക്ക് അടിയറ വേണ്ടി വരും. അതല്ലെങ്കിൽ മുന്നണിക്കകത്ത് CPIക്ക് തുടരാൻ കഴിയില്ല.